നമസ്കാരം. കേരളത്തിന് ഒരു ടൂറിസം വകുപ്പ് മന്ത്രിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, ട്രിപ്പിൾ സ്ട്രോങ് ആയ, നല്ല കാഴ്ചപ്പാടുള്ള, നല്ല ആശയങ്ങളുള്ള ഒരു ഒന്നൊന്നര മാസ് ടൂറിസം വകുപ്പ് മന്ത്രി നമുക്കുണ്ടെന്ന്. അതെ, മന്ത്രി മുഹമ്മദ് റിയാസ് വേറെ ലെവലാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ടൂറിസം കണ്ടിട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലും വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ആശിച്ചിട്ടില്ലേ? അത്തരത്തിലുള്ള നമ്മൾ വിസ്മയിപ്പിക്കുന്ന പല രാജ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പല മഹത്തായിട്ടുള്ള പലതും ഈ ടൂറിസം മേഖലയിൽ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇന്നലെ സീപ്ലെയിന്റെ പരീക്ഷണ ഓട്ടം നടന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരുന്ന ഒരു പുതുചരിത്രമാണ് ഇന്നലെ കൊച്ചി ബോൾഗാട്ടി പാലസിൽ ഈ സീപ്ലെയിൻ വന്നിറങ്ങിയപ്പോൾ കിട്ടിയത്. എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലാണോ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും. ഒരു നല്ല കാഴ്ചപ്പാടുള്ള ടൂറിസം വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് മന്ത്രി മുഹമ്മദ് റിയാസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത് ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്ന സംഭവമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലത്ത് UDF ഭരിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി കൊണ്ടുവരാനിരുന്നതാണ്, ശ്രദ്ധിക്കണം, കൊണ്ടുവരാനിരുന്നതാണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതെ, അല്ലെങ്കിലും UDF ഭരിച്ചിരുന്ന കാലത്ത് എല്ലാം കൊണ്ടുവരാൻ ഇരിക്കുകയായിരുന്നല്ലോ, ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ തറക്കല്ലിടും, ജനങ്ങളെ പറ്റിക്കും, ഇത് വരും എന്ന് പറയും, വരില്ല. അങ്ങനെ പറ്റിച്ച് അവസാനം ജനങ്ങൾ പറഞ്ഞു ഇറങ്ങിക്കോ, ഇനി ഭരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ വിധി എഴുതി ഇനി UDF കേരളം ഭരിക്കേണ്ടെന്ന്. അങ്ങനെ LDF അധികാരത്തിൽ വന്നു. പിന്നെ എന്താണ് നമ്മൾ കണ്ടത്? അതായത് തറക്കല്ലിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഭരണമാണ് അതുവരെ കണ്ടിരുന്നതെങ്കിൽ LDF അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ തറക്കല്ലിടുക മാത്രമല്ല, ആ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന കാഴ്ച കൂടി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതായത് വിഴിഞ്ഞം പദ്ധതി UDFന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തറക്കല്ലിടാൻ മാത്രമേ പറ്റുകയുള്ളൂ, വേറെ ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണ്? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമയത്താണ്, LDFന്റെ ഭരണ സമയത്താണ്. അങ്ങനെ എത്രയോ പദ്ധതികളാണ് ഈ സർക്കാർ വന്ന ശേഷം യാഥാർത്ഥ്യമായത്. മാത്രവുമല്ല, പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാം നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പച്ചക്കള്ളം എഴുതി പിടിപ്പിച്ച്, ഒരിക്കലും നടക്കില്ലാത്ത കുറെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന UDFനെ പോലുള്ള, അല്ലെങ്കിൽ UDF സർക്കാരിനെ പോലുള്ള ഒരു സർക്കാരല്ല നമ്മുടെ കേരളം ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോ പുതിയ കുറെ ഗിമ്മിക്ക് നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. ഈ സീപ്ലെയിന്റെ പരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ട് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയൊരു പ്രസംഗമുണ്ട്. അതുകൂടി ഒന്ന് കാണേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ആശയവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടൂറിസം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പെർഫെക്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ഒരു ടൂറിസം വകുപ്പ് മന്ത്രി എങ്ങനെയാകണം എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, ഇങ്ങനെയാകണമെന്ന്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രത്യേക ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ സീപ്ലെയിൻ പദ്ധതിയുടെ ആദ്യ ചുവടുവെപ്പ് വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടി നാം പോകുന്നത്. വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് കുതിപ്പിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനേറെ കാരണമായി മാറി. വിനോദസഞ്ചാര മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ചയിൽ അട്രാക്ഷൻ, ആക്സസ്, അമ്യൂണിറ്റീസ് 3 Aകളാണ് പ്രധാനപ്പെട്ടത്. അന്താരാഷ്ട്ര നിലവാരമുള്ള അനേകം പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. ഇപ്പോ ഇവിടെ തന്നെയുള്ള വാട്ടർ മെട്രോ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ പദ്ധതിയാണ്. എല്ലാവരും സംസ്ഥാന സർക്കാരിന്റെ ഈ പദ്ധതിയെ അംഗീകരിക്കുന്നുണ്ട്. ഒട്ടേറെ സാധ്യതകൾ ഇനിയും നമുക്ക് ഏറെയുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രതയാണ്. ഒട്ടേറെ അൺഎക്സ്പ്ലോർഡ് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ആക്സസിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനസാന്ദ്രത. വലിയ വീതിയുള്ള റോഡുകൾ യാഥാർത്ഥ്യമാകാൻ നമുക്ക് ഭൂമിയുടെ ലഭ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനാണ് എല്ലാ നിലയിലും സർക്കാർ മികച്ച റോഡുകൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൂടി
തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന NH-66 മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഒക്കെ നമുക്കൊരു ആശ്വാസം നൽകുന്ന പദ്ധതികളാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമെന്നുള്ള പരിശോധനയാണ് പൊതുവെ നടത്തിവരുന്നത്. അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ അതിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നൊരു പദ്ധതിയായി നമുക്കിതിനെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. സീപ്ലെയിൻ പദ്ധതി കൂടി കേരളത്തിന്റെ ഗതാഗത മാർഗമായി മാറുമ്പോൾ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു മേഖല ടൂറിസം മേഖലയാണ്. ഇതൊരു വലിയ നാഴികക്കല്ലായി മാറും. ഇന്നിവിടെ ഈ സീപ്ലെയിൻ സഞ്ചരിച്ച് ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്യുമ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തം കൂടിയാണ്. കാഴ്ചകളുടെ മായാലോകം സഞ്ചാരികളുടെ മുന്നിൽ തുറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വിനോദസഞ്ചാര വകുപ്പ് ആഗ്രഹിക്കുന്നത്. അതിന് ഒരു പദ്ധതി തന്നെ വിനോദസഞ്ചാര വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം വളരെ ചെറുതാണെങ്കിലും 4 പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നിരവധി ഡാമുകളും കായലുകളും ഇവയൊക്കെ നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. നൂതനമായ യാത്രാമാർഗങ്ങൾ അത് വികസിത രാജ്യങ്ങൾ എന്ന പോലെ കേരളത്തിലും നടപ്പിലാക്കാൻ സാധിക്കും. അത് വാട്ടർ മെട്രോയിലൂടെ നാം തെളിയിച്ചതാണ്. ഫ്ലൈയിംഗ് ടാക്സികൾ അടക്കം കേരളത്തിൽ വരുന്ന കാലം അതിവിദൂരമല്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക. ഒരു തരത്തിലുള്ള ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതില്ല. എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാകും. നമ്മുടെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട നയത്തിന്റെ മാറ്റം നമുക്ക് ഇതിനേറെ സഹായകരമായി മാറുന്നതായിരിക്കും. ജനകീയമായി കൂടി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. ഇതുപയോഗിക്കാൻ കേരളത്തിന്റെ വിവിധ മേഖലകളിലെ സാധാരണ മനുഷ്യർക്കും സാധിക്കുന്ന നിലയിലേക്ക് അവർക്കുകൂടി സഹായകരമായി മാറുന്ന നിലയിലേക്ക് ഈ പദ്ധതിയെ മാറ്റാനുള്ള ശ്രമവും സർക്കാർ നടത്തും. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം അടുത്ത സ്റ്റെപ്പ് വൈകാതെ തന്നെ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നില ഉണ്ടാകും. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഒരു തരത്തിലുള്ള ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാവരുമായി ചർച്ച ചെയ്യും. നമ്മുടെ നാടിന്റെ പ്രാദേശിക വികസനത്തിനു കൂടി ഉപകരിക്കുന്ന നിലയിലേക്ക് ഈ പദ്ധതിയെ നമുക്ക് ഭാവിയിൽ മാറ്റിയെടുക്കാനാകുമെന്നാണ് വകുപ്പ് കാണുന്നത്. എല്ലാവരുടെയും പിന്തുണ തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മത്തിന്റെ ഭാഗമായുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. ആ പരീക്ഷണ പറക്കലിൽ അതിൽ പങ്കെടുത്ത മന്ത്രിമാർക്കൊക്കെ ആ വിഷയത്തെക്കുറിച്ച്, ആ ഒരു പറക്കലിനെ കുറിച്ച് എന്ത് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പിന് കാരണമായി മാറും. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ കേരളത്തിലെ എയർപോർട്ടുകൾ, ഡാമുകൾ, കായലുകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. കേരള ടൂറിസം രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ്. ടൂറിസം മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ടൂറിസം രംഗത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിന്റെ പരീക്ഷണമാണ്, അത്യുജ്വല വിജയമാണ്, ചരിത്ര സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഇപ്പോൾ ആദ്യത്തെ സീപ്ലെയിൻ ഞങ്ങൾ മന്ത്രിമാരും മറ്റെല്ലാവരും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് അവരുടെ ആദ്യ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൂറിസം മേഖലയിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് ഇത് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കായലുകളും ഡാമുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ പുതിയ പദ്ധതി നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയ്ക്ക് പുതിയ ചലനങ്ങൾ നൽകും.